Hello guys, welcome back to our channel. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ യൂറോപ്പ് ട്രിപ്പ് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ വലിയൊരു അടിപൊളി ട്രിപ്പ് കുറേ നാളായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നിരുന്ന് ഫൈനലി ഡ്രീം വെക്കേഷൻ അത് തന്നെ ഫൈനലി അത് നടന്നിരിക്കുകയാണ്. അതെ, അപ്പോൾ 13 മണിക്കൂർ ഫ്ലൈറ്റ് ഒക്കെ കയറി ഞങ്ങൾ എത്തിയിരിക്കുന്നത് എവിടെയാ? ഹവായ്. അപ്പോൾ നമ്മളിനി ഒരു 1 വീക്ക് ഹവായിൽ തന്നെ ഉണ്ടായിരിക്കും. അതെ, കാരണം ഞങ്ങൾ വന്നു ഇവിടെ. സോ ഇന്നലെ ഞങ്ങൾക്ക് രാവിലെ എപ്പോഴായിരുന്നു ഫ്ലൈറ്റ്? 7 മണിക്കായിരുന്നു ഫിലാഡൽഫിയയിൽ നിന്ന്. സോ 7 മണിക്ക് ഫിലാഡൽഫിയയിൽ നിന്ന് നേരെ ചെന്ന് ഞങ്ങൾ ഡാലസിൽ ഇറങ്ങണം. ഡാലസിൽ നിന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേറെ ഫ്ലൈറ്റ് എടുക്കണം. അത് 7 മണിക്കൂറുണ്ടായിരുന്നു ആ ഫ്ലൈ. അങ്ങനെ എത്തി. ഞങ്ങൾ എവിടെ എത്തി? ആ എയർപോർട്ടിൻ്റെ പേര് ശരിക്കും എനിക്ക് പറയാൻ അറിയത്തില്ല. ഇവിടെ പേരുകൾ ഭയങ്കര വ്യത്യാസമാണ്. കാനാപാലി, ഹൂലുലു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പേരുകളാണ്. അപ്പോൾ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ എയ്സ് എന്ന് പറഞ്ഞൊരു റെൻ്റലിൻ്റെ ഇതെടുത്തു. ആ റെൻ്റൽ കാറും കിട്ടി. ഞങ്ങൾ നേരെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഭയങ്കര ടയർഡായി. പിന്നെ ഒരു 5:30 ഈവനിങ് 5:30 ഒക്കെ ആയി നമ്മൾ റിസോർട്ടിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ വെസ്റ്റിൻ റിസോർട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന് ഇനിയിപ്പോൾ റൂം ടൂർ ഒക്കെ തരാം. ഇതിപ്പോൾ രാവിലെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എണ്ണിട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതെ, ഇനി റൂം ടൂറൊക്കെ തരാം. അപ്പോൾ വെൽക്കം ടു അവർ വെസ്റ്റിൻ റിസോർട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കയറി വരുന്ന സ്ഥലം. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഡ്രയറും വാഷറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ട്രിപ്പിൽ നമ്മൾ ഫുൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടേ തിരിച്ച് പോകണുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഇവിടെ ഈ സൈഡിലായിട്ട് യൂഷ്വലി ഒരു കിച്ചൺ സംഭവങ്ങളല്ല, ഒരു സ്മോൾ മിനി കിച്ചൺ പോലെ ഉണ്ട്. ഓവൻ, ഫ്രിഡ്ജ്, എവറിത്തിങ് അവിടെ നമുക്ക് വേണ്ട എല്ലാ സംഭവവും ഉണ്ട്. പിന്നെ ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും ഇവിടെ ടോയ്ലറ്ററി, ബാത്റൂം കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുവാണ്. നമ്മൾ വന്ന് യൂസ് ചെയ്ത് ഓൾറെഡി തുടങ്ങി. പിന്നെ ഇവിടെ ജഗൂസി ഉണ്ട്. സോ ആ ഡോർ തുറന്നാൽ നമുക്ക് ബെഡ്റൂം ഓൾറെഡി കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു ജഗൂസിയാണ്. നമ്മൾ അറൂബയിൽ പോയപ്പോൾ സെയിം തന്നെ ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ വലിയൊരു നമ്മളുടെ ബെഡും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. വന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു സ്മോൾ കൗച്ചും ഒരു ചെറിയൊരു ബാൽക്കണിയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വന്നൊരു വണ്ടി പാർക്ക് ചെയ്തു. ആദ്യം ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യാൻ അവിടെ സ്ഥലമില്ല. ഇച്ചിരി സ്പോട്ടേ ഉള്ളൂ, ആകെ 5-6 സ്പോട്ടേ ഉള്ളൂ നമുക്കിടാൻ. അവസാനം ഇവിടെ ഒരു പ്ലാസ പോലെ ഉണ്ട്, അവിടെ വന്ന് ഞങ്ങൾ ഇട്ടു. ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുക. ഒരു മിനിറ്റ് നടക്കാനേ ഉള്ളൂ അല്ലേ. ജില്ലുവിന് വിശന്നിട്ട് കുടൽ കഴിയുന്നു. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മാവോയിലാണ്. ജില്ലു പറയുന്നത് മാവോയി എന്നല്ല, മോയി എന്നാണ് പറയുന്നത്. പക്ഷേ നല്ല കാറ്റുണ്ട്. രാവിലെ ഇന്നലെ മുതൽ ഭയങ്കര കാറ്റായിരുന്നു. ഈ കാറ്റ് കാരണമാണ് തീപിടുത്തം ഉണ്ടായി പോയതൊക്കെ ഇവിടെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നതാണ്. ഇപ്പം നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ മേടിച്ചേക്കുന്നത് ബേക്കൺ എഗ് സാൻഡ്വിച്ചാണ്. അച്ഛൻ അതുപോലെ തന്നെ സോസേജ് എഗ് സാൻഡ്വിച്ചാണ് മേടിച്ചത്. പിന്നെ നമുക്ക് എവിടെ പോയാലും ഒരു ക്യാപ്പിച്ചിനോ വേണമല്ലോ, അപ്പോൾ അങ്ങനെ ഒരു ക്യാപ്പിച്ചിനോ വാങ്ങി. അതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് കഴിക്കട്ടെ. Hard working every day, I'm stressed out 24/7 babe, no time outs, wish we could fly. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ബൈപ്പാസ് ആണിത്, ലഹാനിയ ബൈപ്പാസ് എന്ന് പറയും. സോ
അതിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്, 30 മൈൽസിന് താഴെയൊക്കെയാണ് പോകുന്നത്. അപ്പം ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങിയാൽ മാത്രമേ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഫാമിലോട്ടാണ് പോകുന്നത്, പൈനാപ്പിൾ ഫാം. പക്ഷേ നമ്മൾ ഫാം ടൂർ എടുക്കുന്നില്ല, പക്ഷേ അതിന് പകരം ഫാം കൊണ്ടുണ്ടാക്കുന്ന വോഡ്കയും ജിന്നും വിസ്കിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജിന്നും വിസ്കിയൊക്കെ ഡിസ്റ്റിലറി കാണാനാണ് പോകണം. കാരണം ഫാമൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നില്ലേ, ഈ പൈനാപ്പിൾ തോട്ടമൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ പൈനാപ്പിൾ കൊണ്ട് ഡിസ്റ്റിലറി അത്ര ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. 11 മണിക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതൊക്കെയാണ് അവിടെ കാണാൻ. നിങ്ങൾക്ക് മൊത്തം മലകളും കാര്യങ്ങളുമാണ്. കറുത്ത മലയുണ്ട്, അതുപോലെ ഫോഗി ആയിട്ട് ഇപ്പോൾ ഉണ്ട്. കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ നമ്മുടെ വിഷ്വൽസിൽ എത്രമാത്രം അത് കറക്റ്റ് രസത്തിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ അപ്പുറത്ത് കടലാണ്, പസഫിക് ഓഷനാണ്. നമ്മളെപ്പോഴും പോയിക്കൊണ്ടിരുന്നത് അറ്റ്ലാന്റിക് ഓഷനിലാണ്, ഇപ്പോൾ ഉള്ളത് പസഫിക് ഓഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പന, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ പല സ്ഥലത്തും വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ കൺസ്ട്രക്ഷൻ വീട് കത്തിപ്പോയതാണ്. ഇവിടുത്തെ പല ആൾക്കാരും മരിക്കുകയും എല്ലാം ചെയ്തത് സംഭവം ഉണ്ടായിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ്. അപ്പോൾ അതെല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ ഈ സമയത്ത്. 24/7, babe. No timeouts. Wish we could fly away. You and I go to our favorite place. Oh yeah, yeah. Make special memories together. I'll be your company now and forever. I say we fly away. You and me go to our favorite place. Feeling the sun on my face in Hawaii. With you, Hawaii. With you, Hawaii. അങ്ങനെ നമ്മൾ ഡിസ്റ്റിലറി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ നമ്മൾ എടുത്തായിരുന്നു. അപ്പം ഒരു പെണ്ണ് ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി. കറക്റ്റ് സമയത്ത് തന്നെ ടൂർ ഗൈഡ് വന്ന് ഞങ്ങളെ ഡിസ്റ്റിലറിയുടെ ഉള്ളിലോട്ട് കയറ്റി. ചെന്ന് കയറുമ്പോൾ തന്നെ 2 സൈഡിലും വോഡ്ക ഉണ്ടാക്കുന്നതും അത് പാക്കേജ് ചെയ്യുന്നതും എല്ലാമാണ് കാണിച്ചത്. ഫെർമെൻറ്റേഷൻ എല്ലാം കഴിഞ്ഞ് വെക്കുന്ന വോഡ്ക ഞങ്ങളെ കാണിച്ചു തന്നു. അത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതും റമ്മും വോഡ്കയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതിനുശേഷം ഇത് പാക്കേജിങ് ഡിവിഷനിലോട്ട് പോയി പാക്കേജിങ് എങ്ങനെ ചെയ്യുന്നു, ബോട്ടിൽ കഴുകുന്നതും വോഡ്ക നിറയ്ക്കുന്നതും എല്ലാം മെഷീനാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടേസ്റ്റിങ്ങിന് വേണ്ടി റൂമിലോട്ട് കയറി. A little bit of an elimination game, but I do my best to make it easy on you. The Pawwasa is our flagship product, so it's what we've been making and doing the longest. What I like to let folks know is that it's our most commercially available product, so you can find this at Total Wine. You guys? Yes. എന്ത് പറ്റി? ഇപ്പം നേരത്തെ കഴിച്ചത് വോഡ്കയാണ്, ഇത് ജിന്നാണ്. നല്ല മണമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ സ്പ്രേ കടിക്കുന്ന സ്പ്രേയുടെ മണം പറയുന്നത്. ഇത് റമ്മാണ്. അപ്പോൾ റമ്മിൻ്റെ നോക്കാൻ എങ്ങനെയുണ്ട്? എനിക്ക് വോഡ്ക ഇഷ്ടപ്പെട്ടു. അങ്ങനെ വോഡ്ക മൊത്തം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളോട് വരുന്നുണ്ട് പാർട്ടിക്കെന്ന് പറഞ്ഞു. ഞങ്ങളൊരു 5-8 കേസ് വാങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ച് വണ്ടിയിൽ വന്ന് കയറി. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ഗ്ലാസ് ഫാക്ടറി പോലെ ഉണ്ട്, ഗ്ലാസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ആ ഗ്ലാസ്സിനൊക്കെ 400-500 രൂപയ്ക്കാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഡോളർ അത് ചെറുതിന്. വലുതിന് 1500, 2000, 3000 ടൂർ ഉണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് നോക്കാം. ഇത് തൊട്ട് ഇപ്പുറത്ത് തന്നെയാണ്. അപ്പൊ പിന്നെ പോവാം. Hard working every day. I'm stressed out 24/7, babe. No timeouts. Wish we could fly away. You and I go to ഫ്രണ്ട്
ഫ്ലൈറ്റിലൊന്നും ആൾക്കാരും കണ്ടില്ല. ഞങ്ങളൊന്നും കയറി, പക്ഷേ കുറേ ആൾക്കാർ ഇതേപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറിയത് എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു, ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ. പക്ഷെ നല്ല വിലയാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഗ്ലാസ്സിനും ഇതിനൊക്കെ $175 ഗ്ലാസിൻ്റെ വില. Go to our favorite place. Oh yeah. Make special memories together. I'll be your company now and forever. I say we fly. ഇവിടെ ലൈവായിട്ട് ഇപ്പോൾ ഗ്ലാസ് ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ മാനേജർ വന്ന് പറഞ്ഞു. ഞങ്ങൾ ക്യാമറ എടുക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ നേരെ മോളിൽ പോയിരുന്നത് കണ്ടോ, ഇപ്പം തുടങ്ങുമെന്ന് പറഞ്ഞു. You and me go to our favorite place. Feeling the sun on my face in Hawaii. With you, Hawaii. With you, Hawaii. With you, Hawaii. I need a summer. സോ ഇവിടെ ഒരു വെയ്സ് ഇരിപ്പുണ്ട്. ഇത് ഗസ് ചെയ്യാമോ എത്ര രൂപയാന്ന്? ഒരു 3 സെക്കൻഡ്സ് അല്ലെങ്കിൽ 5 സെക്കൻഡ്സ് തരാം. അറിയോ? ഇതിന് വെറും $6,500 ഉള്ളൂ വില ഈ ഗ്ലാസ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഗ്ലാസ് ഉണ്ടാക്കുന്നതിൻ്റെ ഇത് കണ്ടു. കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി, കാരണം തീ കത്തിച്ച് പിന്നെ ചിരിച്ച് പിന്നെ അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഓരോരോ ഇതായിട്ട് ഉണ്ടാക്കിയെടുത്ത ഗ്ലാസ്സാണ്. സോ അവരുടെ ഹാൻഡ് മെയ്ഡിൻ്റെ വർക്കിൻ്റെ വിലയാണ് ഇവരിട്ടിരിക്കുന്നത്. അപ്പം നമ്മളോട് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പോയി ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ ചെയ്യുന്ന കാണാം. ഇപ്പോൾ അവർ ഫർണസിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എനിക്ക് കാണാൻ പറ്റി. ഇവിടെ ബുദ്ധൻ്റെ ഒരു പ്രതിമ ഇരിപ്പുണ്ട്. ബുദ്ധൻ പോലെ തന്നെയാണ് തോന്നുന്നു, ബുദ്ധൻ തന്നെയാണ് അവരുണ്ടാക്കി വെച്ചതെന്ന് തോന്നുന്നു. ഇതിന് വെറും $20,000 വിലയുള്ളൂ. ഇതിന് $20,000 ഉള്ളൂ ഇതിൻ്റെ വില. അവിടെ ഒരു തേർഡായി തുറന്നതിൻ്റെ ഒരു പ്രിൻ്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല പൈസയാണ്, $20,000, $25,000, $30,000. എനിക്ക് തോന്നുന്നു $100 മുകളിലോട്ടാണ് എല്ലാത്തിൻ്റെയും പ്രൈസ്. പക്ഷേ എനിക്ക് അത് കഷ്ടപ്പെട്ട് അവർ ഉണ്ടാക്കുന്നതിൻ്റെ ഇതാണ്, അല്ലാണ്ട് ഹാൻഡ് മെയ്ഡാണ് മൊത്തം. അതുകൊണ്ട് അത്രയും പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്തത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ജില്ലു ഓൾറെഡി വണ്ടിയിലോട്ട് കയറി. ഇതാണ് ഞങ്ങളുടെ വണ്ടി. ജീപ്പ് കോമ്പസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത് ഈ പ്രാവശ്യം. ഗ്ലാസ് ഫാക്ടറിയുടെ ഇത് കണ്ട് ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ജനറൽ സ്റ്റോർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റോറിൽ കയറി കുറച്ച് വെള്ളം അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ സ്നാക്സൊക്കെ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ഇവിടുന്ന് നേരെ നമുക്ക് ഒരു ബീച്ചിൽ പോവാം. അവിടെ കുറേ ടേർട്ടിൽസ് ഒക്കെ ആ ബീച്ചിൽ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് പോയി നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. നമ്മൾ ചെല്ലുമ്പോൾ ഒരിക്കലും അങ്ങനെ കാണാറില്ല, അതുകൊണ്ട് അറിയത്തില്ല. അപ്പോൾ ഒരാൾക്ക് അവിടെ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മളിനി അങ്ങോട്ടാണ് അടുത്തത് പോകാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം വാങ്ങാമെന്ന് വെച്ചു. അപ്പം നമുക്ക് സ്റ്റോറിൽ പോകാം. A few minutes later. അങ്ങനെ വെള്ളം വാങ്ങാൻ വേണ്ടി പോയ ഞങ്ങൾ ഈ ഐലൻഡിൻ്റെ പേര് പോലെ മോയി തിരിച്ചു വന്നിരിക്കുകയാണ്. അത് പണ്ടത്തെ കടയുടെ പേര് അവിടെ എഴുതി ജനറൽ സ്റ്റോർ എന്നാണ്. പക്ഷേ പണ്ടത്തെ ജനറൽ സ്റ്റോർ ആയിരുന്നു. പക്ഷേ പിന്നീട് അവരത് റെസ്റ്റോറൻ്റ് ആക്കി മാറ്റി. ഈ ഡിസ്റ്റിലറി നമ്മൾ പോയ ഡിസ്റ്റിലറിയുടെ ഒരു സ്റ്റോർ ആയിരുന്നു. പക്ഷേ അതവർ മാറ്റി ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി വെള്ളമില്ല, വേണമെങ്കിൽ ഡ്രിങ്കോ വോഡ്കയൊക്കെ തരാമെന്ന് പറഞ്ഞു. നമുക്ക് ബീച്ചിലേക്ക് പോകാം. ഓക്കെ, ടർട്ടിൽ ബീച്ചിൽ പോയി അവിടെ ഒരു തേങ്ങ വെള്ളം ഉണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ അത് കുടിക്കാം. അല്ലെങ്കിൽ അതും മൊയിൽ വന്നിട്ട് മൊയ് അതെ, മൊയ്യിൽ വന്നിട്ട് മൊയ് എന്ന് തന്നെ അവസാനം പറയേണ്ട അവസ്ഥയായി. എനിക്കൂടെ പൊട്ടിച്ചു തരും. പൊട്ടിക്ക് പിന്നെ പൊട്ടിക്കടി, കമോൺ. അങ്ങനെ ഞങ്ങൾ ടർട്ടിൽ ബീച്ച് കണ്ടുപിടിച്ചു. കുറച്ച് വഴി തെറ്റിയെങ്കിലും പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. കഴിക്കട്ടെ, വേറെ വണ്ടി പോയല്ലോ. Yeah, we're taking away, we'll never come down. We're going away, yeah, we're going away, you and me. Feeling the sun on my face in Hawaii. With you. അപ്പോൾ ഈ കാണുന്നതൊന്നും പാറകളല്ല, ടോട്ടോയിൽ തന്നെയാണ് കിടക്കുന്നത്. കണ്ടോ, ഉണക്കായിട്ട് പോലെ കിടക്കുകയാണ്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകുന്ന എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല.
അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി ഇടാനുള്ള സ്ഥലം കിട്ടി, വണ്ടി ഇട്ടു. ഇനിയിപ്പോൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്, ലഞ്ച് കഴിക്കാൻ. ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചെറിയൊരു ടൗൺ ഉണ്ട്, ആ ടൗണിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. 24/7, babe. No time outs. Wish we could fly away. You and I go to our favorite place. Oh yeah, yeah. Make special memories together. I'll be your company now and forever. I say we fly away. You and me go to our favorite place. Feeling the sun on my face in Hawaii. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ആദ്യത്തെ ലഞ്ച് റെഡി ആക്കിയിരിക്കുകയാണ്. ഞാൻ വാങ്ങിക്കുന്ന മാഹി എന്ന് പറഞ്ഞ ഫിഷാണ്. അതിൻ്റെ കൂടെ കേഷ്യൻ സോസ് ഒഴിച്ച് കേഷ്യൻ സ്റ്റൈലിലുള്ള റൈസും ഉണ്ട്, പിന്നെ വെജിറ്റബിൾസും ഒക്കെ ആയിട്ട്. ജില്ലുവിന് കിട്ടിയിരിക്കുന്നതും സാൽമണാണ്. സാൽമൺ മാഹി അതുപോലെ കേഷ്യൻ സ്റ്റൈലിലാണ്. പിന്നെ ഹോമീസും അതേപോലെ തന്നെ റൈസുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. With you, Hawaii. With you, Hawaii. With you, Hawaii. I need a summer breeze, some fresh air to put my mind at ease. അങ്ങനെ ഒരു ഹണി ലാവൻഡർ ഐസ്ക്രീം വാങ്ങിച്ചു. അവിടെ എങ്ങനെയുള്ളത്? ഫസ്റ്റ് ടൈമല്ലേ അങ്ങനെ ഒരു സംഭവം കാണുന്നത്. എന്തെങ്കിലും ഹണിയുടെ ലാവൻഡറോ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ? ഉണ്ട്, എനിക്ക് ഹണിയും ലാവൻഡറും അതിൻ്റെ അകത്ത്. പക്ഷെ വേറൊരു സാധനത്തിൻ്റെ ടേസ്റ്റ് പോലെ അത് കുറച്ച് എരിവുണ്ട് ഐസ്ക്രീമിന്. ആണോ? സ്പൈസി ആയിട്ടുള്ള ഐസ്ക്രീം. നമ്മൾ മസാല ചായ കുടിക്കത്തില്ലേ, ഏകദേശം ഒരു മസാല ചായയുടെ ഇപ്പൊ കഴിച്ചിട്ട് ഇറങ്ങിയതിൻ്റെ അല്ലേ ഐസ്ക്രീമും ഞാൻ കഴിച്ചോളാം, നിനക്ക് വേണം. അങ്ങനെ നമ്മൾ തിരിച്ച് പാർക്കിംഗ് ലോട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് ഐസ്ക്രീം ഇതാ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ജില്ലുവിന് ബാക്കി ഞാൻ കൊടുത്തു. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് കിട്ടിയില്ലെന്ന്. അടുത്തായിട്ട് നമ്മളൊരു വേറൊരു ഫാമിലോട്ട് പോകുന്നത്. അത് ഓഷ്യൻ ഓർഗാനിക് ഫാം എന്ന് പറഞ്ഞ ഫാം വോഡ്ക ഉണ്ടാക്കുന്ന ഒരു ഫാമാണ്. അപ്പോൾ എന്തിനാണ് ഫാം എന്ന് പേരിട്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എവിടെയാണ്? ഓഷ്യൻ വോഡ്ക ഫാമിലേക്കാണ് വന്നിരിക്കുന്നത്. വോഡ്കയുടെ ഫാമാണ്. അത് എന്തുകൊണ്ടാണ് പേര് വന്നത് നമുക്കിപ്പോൾ നോക്കാം. ചെന്ന് കയറുമ്പോൾ ഫാമാണോ വോഡ്ക കിട്ടുന്ന സ്ഥലമാണോ എന്താണെന്ന് നോക്കാം. Jump on a plane now, we're taking away. Yeah, we're taking away. Don't hesitate now, we're taking away. Yeah, we're taking away. We'll never come down, we're going away. Yeah, we're going away, you and me. Feeling the sun on my face in Hawaii. With you, with you. അപ്പോൾ നമ്മളിവിടുത്തെ ഓഷ്യൻ ഓർഗാനിക് ഫാം ഡിസ്റ്റിലറി എന്ന് പറഞ്ഞ ഡിസ്റ്റിലറി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറി നമ്മൾ വൈൻ ടേസ്റ്റിങ്ങിനൊന്നും പോയില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി അടുത്ത പഴയ സ്ഥലത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് പ്രോസസ്സൊക്കെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ കയറുന്നില്ല. ജസ്റ്റ് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാനും പിന്നെ ഡ്രിങ്ക്സ് എന്തെങ്കിലും നോക്കാൻ വേണ്ടി വന്നാൽ, പിന്നെ അതുപോലെ ഞങ്ങൾക്ക് 2 പേർ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടും അവരുടെ ഇത് വാങ്ങിച്ചു. അത് ഞാൻ വണ്ടി കൊണ്ടുവന്ന് വെച്ചു. ഇനി ഇവിടെ പോയി ലൈവ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം 4:30. അപ്പോൾ 1 മണിക്കൂർ. അപ്പോൾ ഞങ്ങളിവിടെ ചിലവഴിക്കാമെന്ന് വിചാരിച്ചു ഫുഡെല്ലാം കഴിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളോട്ട് പോവാം. ചെയർ എടുത്തോളാൻ പറഞ്ഞു. ചെയർ എടുത്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോയിരിക്കാം. അപ്പോൾ അവിടെ നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ വ്യൂ കണ്ടുകൊണ്ട് പിന്നെ ഡ്രിങ്ക് എടുത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെർവറൊക്കെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കട്ടെ. എന്നിട്ട് അവിടെ കുറേ പേര് 3 പേര് എൻജോയ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പം നമ്മളും അതേപോലെ പോകാൻ പോവാം. ഇതാണ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഇരിക്കുക, സുഖമായിട്ട് പുല്ലിൽ വന്നിരിക്കുക, നല്ല സുഖം. എന്താ പറയുക, ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്. കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ എവിടെ സ്ഥലത്ത് ഓടി പോവുക. ഈ പ്രാവശ്യം നമ്മൾ എവിടെയും ഓടി നടക്കുന്നില്ല. ചില സമയത്ത് എത്തും, തുറന്നാൽ കയറിയില്ലേ കയറില്ല, അങ്ങനത്തെ ഒരു രീതിയില്ല. പക്ഷേ ചിലതോടൊന്നും മൊയ് ആയില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, മൊയിലെത്തിയിട്ടില്ലേ. ഇവിടെ തേങ്ങക്കൊല കണ്ടിട്ട് അവൾക്ക് സന്തോഷിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് തേങ്ങക്കൊല കണ്ടിട്ട്? പിന്നെ കൊലയെന്നല്ല, പിന്നെ എന്താ പറയുന്നത്? വെള്ളക്ക.
അങ്ങനെ ഞങ്ങൾക്ക് ഡ്രിങ്ക് കിട്ടി. ഞാൻ ഓഷ്യൻ കൂളർ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇവരുടെ തന്നെ ഓഷ്യൻ വോഡ്ക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ലൈമും പിന്നെ എന്താണ് സോഡയും പിന്നെ കുക്കുംബറും മിൻറ്റുമാണ്. ഇത് സെയിം തന്നെ ആൽക്കഹോൾ ഇല്ല, വോഡ്ക ഇല്ല അതിനകത്ത്. ഇത് വോഡ്ക ഇല്ല, ഇത് ലെമൺ ഗ്രാസ് ഇട്ടിട്ടുണ്ട്. പശുവിനൊക്കെ കൊടുക്കുന്നത് പോലെ ഒരു ഗ്രാസ്. നീ ഒരു പുല്ലും തിന്നോണ്ടി എന്നിട്ട്. ആക്ച്വലി സത്യം പറഞ്ഞാൽ കുക്കുംബറിൻ്റെ ഒരു ചുവയുണ്ട്, കൂടുതലും കുക്കുംബറും മിൻറ്റിൻ്റെയും ചുവയാണ്. അത് ഞങ്ങൾ ചുറൂസും കൂടി ഓർഡർ ചെയ്തു. അപ്പോൾ ചുറൂസ് വന്നിട്ടുണ്ട്. ഇതാണ് ചുറൂസ്, അതിൻ്റെ ഹണിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇനി അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മൾ വോഡ്ക ഫാമിൻ്റെ ടേസ്റ്റിങ്ങും സംഭവങ്ങളും ടൂറും എല്ലാം കഴിഞ്ഞ് കുറേ അവിടുന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ തിരിച്ച് വണ്ടി വന്ന് നമ്മൾ റിസോർട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ റിസോർട്ടിൽ പോകുന്ന വഴിക്ക് കുറേ വ്യൂ പോയിൻറ്റ്സ് അവിടെ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾക്ക് എല്ലായിടത്തും പാർക്കിങ് ആകെ ഒരു 5 or 6 കാറിന് മാത്രം ഇടാനുള്ള സ്പേസേ അവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി സ്പോട്ട് കിട്ടുവാണെങ്കിൽ ആ പോകുന്ന വ്യൂ പോയിൻറ്റ്സിലൊക്കെ ഒന്ന് ഇറങ്ങണം എന്നുള്ള പ്ലാനിലാണ് നമ്മളിപ്പോൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യമേ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ, പോകാനും വരാനും എല്ലാം ഒരൊറ്റ റോഡേ ഉള്ളൂ എല്ലായിടത്തോട്ടും പോകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പോകുമ്പോൾ നോക്കാം. ഞങ്ങളൊരു ലുക്കൗട്ട് പോയിന്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു കോഴി പിന്നെ സൂയിസൈഡിന് ശ്രമിക്കുന്നുണ്ട്. Together, I'll be your company now and forever. I say we fly away, you and me, go to our favorite place. Feeling the sun on my face in Hawaii. With you, Hawaii. With you, Hawaii. With you, Hawaii. ഇവിടെ കാണുന്ന ഫ്ലാഗ് ഒരു 2-3 months മുമ്പ് ലഹൈന ഓൾഡ് ടൗൺ എല്ലാം കൂടെ ഫയർ വന്ന് ഫുള്ള് കത്തിപ്പോയായിരുന്നു. അപ്പോൾ അവിടെ മരിച്ച ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ചേക്കുന്ന ഫ്ലാഗ്, ഒരു മെമ്മോറിയൽ പോലെ അവരിപ്പം പുതിയതായിട്ട് വെച്ചേക്കുന്നതാണ്. ഈ കാണുന്ന ഫ്ലാഗും അവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് ഈ ഒരു ഏരിയ. I need a summer breeze, some fresh air to put my mind at ease. No cares. You wanna come with me, me and you, go to our favorite tree. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി ഇറങ്ങിയത്. റിസോർട്ടിൻ്റെ പുറത്ത് നമുക്ക് കാണിച്ചു തരാം. ഇവിടെ പൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കാണാം. Are you ready now? We jump on a plane now. We're taking away. Yeah, we're taking away. Don't hesitate now. We're taking away. Yeah, we're taking away. We'll never come down. We're going. അങ്ങനെ ഞങ്ങൾ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അടിപൊളി റിസോർട്ടാണ്. പുറത്തുകൂടെ കണ്ടപ്പോൾ ഇത്രയും വലുതാന്ന് മനസ്സിലായത്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബിൽഡിംഗ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പം നമ്മൾ നിൽക്കുന്ന നമ്മൾ നോർത്തിലോട്ട് നടക്കുക. സൗത്തിലുള്ള റിസോർട്ടിൻ്റെ അതിൻ്റെ അകത്താണ് നമ്മുടെ റൂമുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര എത്രയോ ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുവാണ്. നമ്മളൊരു എൻഡിൽ നിന്ന് അടുത്തൊരു എൻഡിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈവനിങ് വാക്കിൽ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളും അവരുടെ കൂടെ തന്നെ നടക്കുകയാണ് ഇത് കണ്ടുകൊണ്ട്. അപ്പുറത്ത് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു സൈഡ് ബീച്ചാണ്, ആ സൈഡ് അവിടെ അങ്ങോട്ട് ബീച്ചാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇപ്പോൾ സൺസെറ്റ് ആയതിൻ്റെ ഇതുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. Come down low, running from a ghost town where we never feel high, just low. We won't ever come down. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒന്ന് കുഴങ്ങിയതാ. ഇവിടെ ചേർന്നൊരു ആട്ടുകസാര പോലൊരു കസാരയുണ്ട്. അവിടെ വന്നതാ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് തന്നെ ഒരു ആൻറ്റീസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. മിക്കവാറും ഞങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി റൂമിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് ഇരിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചിലു എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവളിത് ഇൻസ്റ്റാഗ്രാമിലെല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ ഞങ്ങൾ തീരുമാനിച്ചില്ല എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത് നാളത്തേക്ക്. അപ്പോൾ മിക്കവാറും ഹാന എന്ന് പറഞ്ഞ ഒരു സീനിക് റോഡുണ്ട്, അവിടെ പോകുന്ന സ്ഥലത്ത് ഗാർഡൻ ഓഫ് ഈഡൻ എന്ന് പറഞ്ഞ് ആദാമിൻ്റെ തോട്ടമുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ വെച്ചാണ് ജുറാസിക് പാർക്ക് ഷൂട്ട് ചെയ്തൊക്കെ. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കും. അപ്പോൾ അതിൽ കാണാൻ വേണ്ടി ഞങ്ങൾ പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ചിലപ്പോൾ അടുത്ത വ്ളോഗിൽ അതായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമായിരിക്കും. പക്ഷെ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം. അതുവരത്തേക്ക് ബൈ. We won't ever come down. We won't ever come down low. Running from my goals.